നെക്സ്റ്റ് പറയുന്നത് ഫൈൻഡിങ് ദ ആബ്സല്യൂട്ട് എക്സ്ട്രീമം വാല്യൂസ് ഓഫ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ എ ക്ലോസ്ഡ് സെറ്റ്. അതായത് ഇവിടെ നമുക്ക് ക്ലോസ്ഡ് സെറ്റാണ്. ദെൻ എഫ് എന്നുള്ള ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ, ഒരു ക്ലോസ്ഡ് സെറ്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ ഫംഗ്ഷന് ആബ്സല്യൂട്ട് എക്സ്ട്രീമം വാല്യൂസ് അറ്റൈൻ ചെയ്യും. അതായത് ആബ്സല്യൂട്ട് മാക്സിമം ആബ്സല്യൂട്ട് മിനിമം ആ ഫംഗ്ഷൻ ആ ഒരു ക്ലോസ്ഡ് സെറ്റിൽ അറ്റൈൻ ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് തിയറം നോക്കാം. തിയറം 3, the extreme value theorem for functions of two variables. If f is continuous on a closed bounded set D in the plane, then f attains an absolute maximum value f of ab at some point ab in D and an absolute minimum value f of cd at some point cd in D. അതായത് ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് സെറ്റിൽ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്തുണ്ട്, ആബ്സല്യൂട്ട് എക്സ്ട്രീമം വാല്യൂസ് അറ്റൈൻ ചെയ്യും. അതായത് ആബ്സല്യൂട്ട് മാക്സിമം ആബ്സല്യൂട്ട് മിനിമം ഏതെങ്കിലും ഒരു പോയിൻ്റ് ഓഫ് ഡിയിൽ ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യും. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഫൈൻഡിങ് ദ ആബ്സല്യൂട്ട് എക്സ്ട്രീമം വാല്യൂസ് ഓഫ് എഫ് ഓൺ എ ക്ലോസ്ഡ് ബൗണ്ടഡ് സെറ്റ്. അതായത് നമുക്ക് ആബ്സല്യൂട്ട് എക്സ്ട്രീമം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് സെറ്റ് ഡിയിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക. ദെൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഫൈൻഡിങ് ദ വാല്യൂസ് ഓഫ് എഫ് അറ്റ് ദ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഓഫ് എഫ് ഇൻ ഡി. അതായത് നമ്മൾ ആദ്യം എന്തെങ്കിലും കണ്ടുപിടിക്കണം, എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഡി എന്നുള്ള സെറ്റിലെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. ദെൻ ആ പോയിൻറ്റ്സിൽ ഫംഗ്ഷൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് പറയുന്നത് സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, ഫൈൻഡ് ദ എക്സ്ട്രീം വാല്യൂസ് ഓഫ് എഫ് ഓൺ ദ ബൗണ്ടറി ഓഫ് ഡി. ബൗണ്ടറി പോയിൻറ്റ്സിൽ എന്ത് ചെയ്യണം, ഫംഗ്ഷൻ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് ദ ആബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ഓഫ് എഫ് ആൻഡ് ദ ആബ്സല്യൂട്ട് മിനിമം വാല്യൂ ഓഫ് എഫ് are precisely the largest and smallest numbers found in steps 1 and 2. നമ്മൾ ഈ രണ്ട് സ്റ്റെപ്പിൽ, അതായത് ക്രിട്ടിക്കൽ പോയിൻറ്റ്സിലെ ഫംഗ്ഷൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യും, ബൗണ്ടറി പോയിൻറ്റ്സിലും ഫംഗ്ഷൻ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യും. ദെൻ ഇതിൽ സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഏതാണോ ആ വാല്യൂസ് ആയിരിക്കും, സ്മോളസ്റ്റ് വാല്യൂ ആയിരിക്കും ആബ്സല്യൂട്ട് മിനിമം, ലാർജസ്റ്റ് വാല്യൂ ആയിരിക്കും ആബ്സല്യൂട്ട് മാക്സിമം. ഇവിടെ ക്ലോസ്ഡ് സെറ്റ് ആകുമ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ പോയിൻറ്റ്സിൽ മാത്രമല്ല എക്സ്ട്രീം വാല്യൂസ്, ബൗണ്ടറി പോയിൻറ്റ്സിലും എക്സ്ട്രീം വാല്യൂസ് ചെക്ക് ചെയ്യണം, അറ്റൈൻ ചെയ്യാം. Then next example, find the absolute maximum and absolute minimum values of the function f of xy equal to 2x square plus y square minus 4x minus 2y plus 3 on the rectangle D given by set of all xy such that 0 less than or equal to x less than or equal to 3, 0 less than or equal to y less than or equal to 2. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള D എന്നുള്ള ഡൊമെയിൻ ഏതാണ്, xy, സെറ്റ് ഓഫ് ഓൾ xy, അതായത് പ്ലെയിനിൻ്റെ സബ്സെറ്റാണ്. ദെൻ എക്സിൻ്റെ റേഞ്ച് 0 to 3, വൈയുടെ റേഞ്ച് 0 to 2. അപ്പോൾ എക്സിന് എന്താണ്, നമ്മൾ എക്സ് ആക്സിസ് എടുക്കണു, ഇത് വൈ ആക്സിസ് എടുക്കണു. ദെൻ എക്സിന് എന്താണ് റേഞ്ച്, 0 മുതൽക്ക് 3 വരെ. ദെൻ ഇത്രയും വാല്യൂസാണ് എക്സിന് അറ്റൈൻ ചെയ്യാൻ പറ്റുക. വൈക്ക് 0 മുതൽക്ക് 2 വരെ, അതായത് ഇവിടെ 2 ആണെങ്കിൽ ഇത്രയും വാല്യൂസാണ് വൈ അറ്റൈൻ ചെയ്യുക. അപ്പോൾ എന്താണ് നമ്മുടെ തമ്മിലുള്ള ഡൊമെയിൻ ഡി എന്ന് പറയുന്നത് എന്താണ്, ഡി ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് സെറ്റാണ്, ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. ദെൻ ഈ ഒരു റെക്റ്റാങ്കിളിൽ ഫംഗ്ഷൻ എഫ് എന്താണ്, 2x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4x മൈനസ് 2y പ്ലസ് 3. ഇത് പോളിനോമിയൽ ഫംഗ്ഷനാണ്. അപ്പോൾ എന്താണ്, അത് കണ്ടിന്യൂസ് എവരിവേർ. സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ബൗണ്ടഡ് സെറ്റ് ഡി. ദെൻ ബൈ തിയറം 3 നമുക്ക് എന്ത് പറയാം, ഈ ഫംഗ്ഷന് ആബ്സല്യൂട്ട് മാക്സിമം ആബ്സല്യൂട്ട് മിനിമം വാല്യൂം ഈ ഡൊമെയിൻ ഡിയിൽ അറ്റൈൻ ചെയ്യും, ഈ ക്ലോസ്ഡ് ബൗണ്ടഡ് സെറ്റിൽ അറ്റൈൻ ചെയ്യും. ദെൻ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഈ ഒരു ആബ്സല്യൂട്ട് മാക്സിമം ആൻഡ് ആബ്സല്യൂട്ട് മിനിമം വാല്യൂ ഏതാണ് എന്ന് കണ്ടുപിടിക്കണം. ദെൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഇവാലുവേറ്റ് ചെയ്യണം. ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് നമുക്ക് ഓൾറെഡി കണ്ടുപിടിക്കാൻ അറിയാം, എഫ് എക്സ് ആൻഡ് എഫ് വൈ ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ അത് ഡിഫൈൻഡ് അല്ലാത്ത പോയിൻറ്റ്സ് അല്ലെങ്കിൽ രണ്ടും 0 ആവണ പോയിൻറ്റ്, അങ്ങനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എഫ് എന്നുള്ള ഫംഗ്ഷൻ ഇതാണ്. ദെൻ എഫ് എക്സ് ആൻഡ് എഫ് വൈ കണ്ടുപിടിക്കണം. എഫ് എക്സ് ഈസ് 4x മൈനസ് 4, എഫ് വൈ ഈസ് 2y മൈനസ് 2. ദെൻ ഇത് എല്ലായിടത്തും ഡിഫൈൻഡ് ആണ്, ഇത് 0 ആവണ പോയിൻ്റ്. അപ്പോൾ ഡിഫൈൻഡ് അല്ലാത്ത പോയിൻറ്റ്സ് വരുന്നില്ല. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം, രണ്ടും 0 ആവണ പോയിൻറ്റ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ എഫ് എക്സ് ഈ 0 എന്ന് പറഞ്ഞാൽ 4x മൈനസ് 4 ഈക്വൽ ടു 0. ദെൻ എഫ് വൈ 0 എന്ന് പറഞ്ഞാൽ എന്താണ്, 2y മൈനസ് 2 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, പോസിബിൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കിട്ടും. ദെൻ 4x മൈനസ് 4 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എന്താണ്, 4x മൈനസ് 4 ഈക്വൽ ടു 0. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, 4x ഇസ് ഈക്വൽ ടു 4, x ഇസ് ഈക്വൽ ടു 1. ദെൻ 2y മൈനസ് 2 ഈക്വൽ ടു 0. അപ്പോൾ വൈക്ക് പോസിബിൾ വാല്യൂ ഏതാണ്, 2y ഈക്വൽ ടു 2, ദെൻ y ഈക്വൽ ടു 1. ഒരേ ഒരു പോയിൻ്റേ കിട്ടുള്ളൂ, 1 1. 1 1 ഈസ് ദ ഓൺലി ക്രിട്ടിക്കൽ പോയിൻ്റ് ഓഫ് എഫ്. ദെൻ ഈ പോയിൻറ്റിലെ ഫംഗ്ഷൻ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യണം അല്ലേ. സ്റ്റെപ്പ് 1 നമ്മളിവിടെ പറഞ്ഞ
ഇതാണ് ചെയ്യണത്. അപ്പോൾ ക്രിട്ടിക്കൽ പോയിൻറ്റ് 1 1 മാത്രമാണ്. ഇനി എന്ത് ചെയ്യണം? എഫ് ഓഫ് 1 1 കണ്ടുപിടിക്കണം. എഫ് ഓഫ് 1 1 ഈസ് 0. നമ്മുടെ സ്റ്റെപ്പ് 1 കംപ്ലീറ്റ് ആയി. ഇനി സ്റ്റെപ്പ് 2, അതായത് നമ്മൾ എന്ത് ചെയ്യണം? ബൗണ്ടറിയിൽ എക്സ്ട്രീം വാല്യൂസ്, അതായത് ഫംഗ്ഷൻ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യണം. അതായത് നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? സ്റ്റെപ്പ് 2 എക്സ്ട്രീം വാല്യൂസ് ഓഫ് എഫ് ഓൺ ദ ബൗണ്ടറി ഓഫ് ഡി. അപ്പോൾ ഇവിടെ ബൗണ്ടറി ഓഫ് ഡി കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഡി എന്ന് പറയുന്നത് എന്താണ്? ഒരു റെക്റ്റാങ്കിൾ ആയിരുന്നു. അതായത് ഇതാണ് നമ്മുടെ റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിളിൻ്റെ ബൗണ്ടറി എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ 4 ലൈൻ സെഗ്മെൻറ്റ്സിൻ്റെ കൂടിയതാണ് എന്ന് പറയാം. അപ്പോൾ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് ബൗണ്ടറി ആസ് ബീങ് മെയ്ഡ് അപ്പ് ഓഫ് 4 ലൈൻ സെഗ്മെൻറ്റ്സ്. നമുക്ക് തന്നെ L1, L2 ഓരോ ലൈൻ സെഗ്മെൻറ്റ് നമ്മൾ നെയിം ചെയ്യണം. L3, L4 എന്നുള്ള 4 ലൈൻ സെഗ്മെൻറ്റ്സ് ആണ് കണ്ടെയ്ൻ ചെയ്യുന്നതാണ് എന്ത്? ഈ റെക്റ്റാങ്കിളിൻ്റെ ഡി എന്നുള്ള റെക്റ്റാങ്കിളിൻ്റെ ബൗണ്ടറി. ദെൻ ഓരോ ലൈൻ സെഗ്മെൻറ്റിലും നമ്മൾ എന്ത് ചെയ്യണു? ഫംഗ്ഷൻ്റെ എക്സ്ട്രീം വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ L1 എന്നുള്ള ലൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്ത് പറയാം? ഓൺ L1 ഇവിടെ y വാല്യൂ എന്തായിരിക്കും? ഇത് എക്സ് ആക്സിസിൻ്റെ പാർട്ടാണ്. അപ്പോൾ y വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് y0 കൊടുക്കുക. എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ ഓൺ L1 എങ്ങനെയായിരിക്കും? എഫ് ഓഫ് എക്സ് 0, വൈക്ക് 0 കൊടുക്കുക അല്ലേ? അപ്പോൾ എഫ് ഓഫ് എക്സ് 0 എന്നുള്ള ഫോമിലായിരിക്കും. ദെൻ എന്തായിരിക്കും എഫ് ഓഫ് എക്സ് 0 വരിക? 2x² മൈനസ് 4x പ്ലസ് 3. അതായത് നമ്മൾ ഇതിൽ എന്ത് കൊടുത്തു? വൈക്ക് 0 കൊടുത്തു. ദെൻ റേഞ്ച് എങ്ങനെ എടുക്കാം? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ ഇതൊരു സിംഗിൾ വാരിയബിൾ ഫംഗ്ഷൻ പോലെയായി. സോ നമുക്കതിൻ്റെ ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷനുമാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് 1 വാരിയബിൾ. ദെൻ ഇൻ്റർവെൽ ഏതാണ്? ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ, ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 3. ദെൻ നമുക്ക് ഓൾറെഡി അറിയാം സിംഗിൾ വാരിയബിൾ കേസിൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ എന്താണ്? അബ്സല്യൂട്ട് എക്സ്ട്രീമം അറ്റൈൻ ചെയ്യും. ദെൻ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡിഫൈൻഡ് അല്ലെങ്കിൽ ഡിഫൈൻഡ് അല്ലാത്തതോ അല്ലെങ്കിൽ 0 ആവണ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക. ദെൻ ബൗണ്ടറി പോയിൻറ്റ്സിലും കൂടെ ഫംഗ്ഷൻ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ അതിലെ ലാർജ് വാല്യൂ ഏതായിരിക്കും? ആബ്സല്യൂട്ട് മാക്സിമം ആയിരിക്കും. അതിലെ സ്മോൾ വാല്യൂ എന്തായിരിക്കും? ആബ്സല്യൂട്ട് മിനിമം ആയിരിക്കും. അപ്പോൾ ആ മെത്തേഡിലാണ് നമ്മളിവിടെ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഈ എഫ് എന്നുള്ളത് എഫ് ഓഫ് എക്സ് 0, ഇത് സിംഗിൾ വാരിയബിൾ ഫംഗ്ഷനാണ്, ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. ദെൻ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇവാലുവേറ്റ് ചെയ്യണം. എഫ് ഡാഷ് ഓഫ് എക്സ് 0, അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ എന്ത് ചെയ്യണു? എഫ് ഓഫ് എക്സ് 0നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4x - 4. ഇതെന്താണ്? ഇത് എല്ലായിടത്തും ഡിഫൈൻഡ് ആണ് അല്ലേ? ദെൻ ഇത് ഡിഫൈൻഡ് ആണ്. ഇനി ഇത് 0 ആവണ പോയിൻറ്റ്സ് ചെക്ക് ചെയ്യാം. അപ്പോൾ 4x - 4 = 0 ആവണ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? x = 1 എന്ന് കിട്ടും. അപ്പോൾ x = 1 ആണ് ഇതിൻ്റെ ഓൺലി ക്രിട്ടിക്കൽ പോയിൻ്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ നമ്പർ എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ക്രിട്ടിക്കൽ നമ്പർ ഓഫ് x0 ഇൻ ഓപ്പൺ ഇൻ്റർവെൽ 0 3. ഇനി നമുക്ക് ഇവിടെ ഉള്ളത് ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബൗണ്ടറിയിലും കൂടെ ചെക്ക് ചെയ്യണം. അപ്പോൾ എഫ് ഓഫ് എക്സ് 0 അറ്റ് എക്സ് = 1ലും ചെക്ക് ചെയ്യണം. അതേമാതിരി എൻഡ് പോയിൻറ്റ്സ് ഓഫ് ദ ഇൻ്റർവെൽ, നമ്മുടെ ഇൻ്റർവെൽ എന്താണ്? ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 3 ആണ്. അപ്പോൾ അറ്റ് ദ പോയിൻറ്റ് 0ലും അറ്റ് ദ പോയിൻറ്റ് 3ലും കൂടെ ചെക്ക് ചെയ്യണം. അതായത് ഇവാലുവേറ്റിംഗ് എഫ് ഓഫ് എക്സ് 0 അറ്റ് എക്സ് = 1 ആസ് വെൽ ആസ് അറ്റ് ദ എൻഡ് പോയിൻറ്റ്സ് ഓഫ് ദ ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 3. അപ്പോൾ നമുക്ക് ഏതൊക്കെ പോയിൻറ്റ്സിലാണ് ഇനി എഫ് ഓഫ് എക്സ് 0 ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? എക്സ് = 1 ക്രിട്ടിക്കൽ പോയിൻറ്റ്, ദെൻ എൻഡ് പോയിൻറ്റ്സ് ഓഫ് ഇൻ്റർവെൽ x = 0 ആൻഡ് x = 3. ദെൻ ആ പോയിൻറ്റ്സിൽ നമ്മൾ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്താണ് കിട്ടുക? അറ്റ് 0യിൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എഫ് ഓഫ് 0 0 അതെന്താണ്? 3 എന്ന് കിട്ടും. ദെൻ എഫ് ഓഫ് അറ്റ് x = 1ൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എഫ് ഓഫ് 1 0 = 1. ദെൻ അറ്റ് x = 3യിൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എഫ് ഓഫ് 3 0 = 9. അപ്പോൾ എഫ് ഓഫ് എക്സ് 0 എന്നുള്ള ഫംഗ്ഷൻ്റെ ആബ്സല്യൂട്ട് മാക്സിമം ആബ്സല്യൂട്ട് മിനിമം ഏതായിരിക്കും? ഈ കിട്ടിയിട്ടുള്ള 3 വാല്യൂസിലെ ലാർജസ്റ്റ് വാല്യൂ ആയിരിക്കും എന്ത് വരിക? ആബ്സല്യൂട്ട് മാക്സിമം, സ്മോളസ്റ്റ് ആയിരിക്കും ആബ്സല്യൂട്ട് മിനിമം. അപ്പോൾ എഫ് ഓഫ് 30 = 9 ആണ് ലാർജസ്റ്റ് വാല്യൂ. അപ്പോൾ ആബ്സല്യൂട്ട് മാക്സിമം ഓഫ് എഫ് ഓഫ് എക്സ് 0 ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 3 ഈസ് 9 ആൻഡ് ആബ്സല്യൂട്ട് മിനിമം അതെന്താണ്? സ്മോളസ്റ്റ് വാല്യൂ 1 ആണ് വരുന്നത്. അപ്പോൾ എന്ത് പറയാം? ആബ്സല്യൂട്ട് മിനിമം ഓഫ് എഫ് ഓഫ് എക്സ് 0 ഓൺ ദ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 3 ഈസ് 1. അപ്പോൾ നമുക്ക് ഓൺ L1 എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് 0യുടെ മാക്സിമം വാല്യൂ കിട്ടി. ഓൺ L1 എഫ് ഓഫ് എക്സ് 0 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? എഫ് എന്നുള്ള ഫംഗ്ഷൻ, എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എഫ് ഹാസ് ആബ്സല്യൂട്ട് മിനിമം വാല്യൂ 1 and absolute maximum value 9 on L1.
അപ്പോൾ L1 എന്നുള്ള ലൈനിൽ എഫിൻ്റെ മാക്സിമം ആൻഡ് മാക്സിമം വാല്യൂ നമുക്ക് കിട്ടിയത് 9, മിനിമം വാല്യൂ കിട്ടിയത് 1 എന്ന് കിട്ടി. ഇനി നമ്മൾ ഇതേമാതിരി എന്ത് ചെയ്യണം, L2വിലെ ആബ്സല്യൂട്ട് മാക്സിമം ആൻഡ് മിനിമം ഫോർ എഫ് കണ്ടുപിടിക്കണം. ദെൻ ഓൺ L2 നോക്കുകയാണെങ്കിൽ ഈ ലൈനിൽ നമുക്ക് എക്സ് വാല്യൂ എന്താണ്, കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് അല്ലേ, എക്സ് ഇസ് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ ഇവിടെ വാരിയിങ് എന്താണ്, വൈ ആണ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷനെ എങ്ങനെ എഴുതാം, ഓൺ L2 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 3 ഫിക്സഡ് ആണ്. അപ്പോൾ എഫ് ഓഫ് 3y ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം, ഇവിടെ എക്സിന് നമ്മൾ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എഫ് ഓഫ് 3y എന്ത് കിട്ടും, y സ്ക്വയർ മൈനസ് 2y, ദെൻ കോൺസ്റ്റൻറ്റ് ടേംസ് ഏത് വരും, പ്ലസ് 3 വരും, ദെൻ 2x സ്ക്വയർ ഉണ്ട്. അപ്പോൾ 2 × 9 ദാറ്റ് ഈസ് 2 × 9, ദെൻ നെക്സ്റ്റ് എന്ത് വരും, മൈനസ് 4 × 3, ദെൻ കോൺസ്റ്റൻറ്റ് ടേം വരുന്നത് പ്ലസ് 3 പ്ലസ് 18 മൈനസ് 12. ദെൻ ആ കോൺസ്റ്റൻറ്റ് നമ്പർ എന്താണ്, കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് 3y ഈക്വൽ ടു എന്ത് കിട്ടി, വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 9. ദെൻ വൈയുടെ റേഞ്ച് എന്താണ്, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഈ എഫ് എന്നുള്ള ഫംഗ്ഷൻ ഇപ്പോൾ എന്താണ്, സിംഗിൾ വേരിയബിൾ ഫംഗ്ഷനായി. ദെൻ എഫ് ഓഫ് 3y എന്നുള്ള ഫംഗ്ഷൻ്റെ എക്സ്ട്രീം വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എഫ് ഓഫ് 3y എന്നുള്ള ഫംഗ്ഷൻ ഏത് ക്ലോസ്ഡ് ഇൻ്റർവെല്ലിലാണ് അല്ലേ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2ലാണ്. അപ്പോൾ എന്ത് ചെയ്യാം, അപ്പോൾ നമുക്കറിയാം ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയത് കാരണം ഇതിന് എന്തുണ്ട്, ആബ്സല്യൂട്ട് എക്സ്ട്രീമം അറ്റൈൻ ചെയ്യും സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട്. ദെൻ ആബ്സല്യൂട്ട് എക്സ്ട്രീമം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഒന്നിലോ ക്രിട്ടിക്കൽ പോയിൻറ്റ്സിലായിരിക്കും ആബ്സല്യൂട്ട് എക്സ്ട്രീമം അറ്റൈൻ ചെയ്യുക, അല്ലെങ്കിൽ ബൗണ്ടറി പോയിൻറ്റ്സിൽ അതായത് 0-ലോ 2-ലോ ആയിരിക്കും. അപ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ എഫ് ഡാഷ് 3y അത് ഇവാലുവേറ്റ് ചെയ്തു, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് വരുന്നത്, 2y മൈനസ് 2. ഇത് എല്ലായിടത്തും ഡിഫൈൻഡ് ആണ്. ഇനി എന്ത് ചെയ്താൽ മതി, ഇത് 0 ആവണുണ്ടോ എന്ന് നോക്കണം. ഇത് 0 ആവണത് നോക്കുമ്പോൾ 2y മൈനസ് 2 ഈക്വൽ ടു 0 ആവണ y വാല്യൂസ് അതെന്താണ് വരിക, y ഈക്വൽ ടു 1. അപ്പോൾ ഓൺലി 1 ക്രിട്ടിക്കൽ പോയിൻ്റ് ആണ്, y ഈക്വൽ ടു 1 എന്ന് കിട്ടി. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, അപ്പോൾ എഫ് ഓഫ് 3y എന്നുള്ളതിന് ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് 1 മാത്രമേ ഉള്ളൂ, y ഈക്വൽ ടു 1. ദെൻ നെക്സ്റ്റ് ഇനി ബൗണ്ടറി പോയിൻറ്റ്സിലും എന്ത് ചെയ്യാം, നമുക്ക് ഫംഗ്ഷന് എക്സ്ട്രീം വാല്യൂസ് അറ്റൈൻ ചെയ്യാം ക്ലോസ്ഡ് ഇൻ്റർവെൽ ആയ കാരണം. അപ്പം നമുക്കിവിടെ ബൗണ്ടറി പോയിൻറ്റ്സ് ഏതൊക്കെയാണ്, 0-യും 2-ഉം, y ഈക്വൽ ടു 0-യും y ഈക്വൽ ടു 2-ഉം. അപ്പോൾ y ഈക്വൽ ടു ക്രിട്ടിക്കൽ പോയിൻറ്റ് y ഈക്വൽ ടു 1-ൽ ഫംഗ്ഷൻ വാല്യൂ എഫ് ഓഫ് 3 ഇവാലുവേറ്റ് ചെയ്യണം. ദെൻ y ഈക്വൽ ടു എൻഡ് പോയിൻറ്റ്സിൽ y ഈക്വൽ ടു 0 ആകുമ്പോഴും y ഈക്വൽ ടു 2 ആകുമ്പോഴും എഫ് ഓഫ് 3y ഇവാലുവേറ്റ് ചെയ്യണം. അതായത് എഫ് ഓഫ് 3 0 ഇവാലുവേറ്റ് ചെയ്യണം, എഫ് ഓഫ് 3 2 ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ 3 വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഇതിലത്തെ ലാർജ് വാല്യൂ എന്തായിരിക്കും, ആബ്സല്യൂട്ട് മാക്സിമം ഓഫ് f of 3y on the interval closed interval 0-2 and ഇതിലെ മിനിമം വാല്യൂ the absolute minimum of f of 3y on closed interval 0-2 ആയിരിക്കും. അപ്പോൾ f of 3 ഇവാലുവേറ്റ് ചെയ്യുക, f of 3 that is equal to 8, then f of 3 that is equal to 9, f of 3 equal to 9. നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് 3y എന്നുള്ള ഫംഗ്ഷന് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-2 ഹാസ് ആബ്സല്യൂട്ട് മിനിമം വാല്യൂ 8 and absolute maximum value 9. So we can say f of 3y എന്നുള്ള ഫംഗ്ഷൻ ഓൺ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-2 ആബ്സല്യൂട്ട് മാക്സിമം ആൻഡ് ആബ്സല്യൂട്ട് മിനിമം ആണ് നമ്മളിവിടെ ഇവാലുവേറ്റ് ചെയ്തത്. ദെൻ അതായിരിക്കും എഫ് എന്നുള്ള ഫംഗ്ഷൻ ഓൺ L2 absolute maximum and absolute minimum വരിക. So we can say f has absolute minimum value 8 and absolute maximum value 9 on L2. അപ്പോൾ L1 L2 ഈ രണ്ട് ലൈൻസിലും നമ്മൾ എന്ത് ഇവാലുവേറ്റ് ചെയ്തു, എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ മാക്സിമം ആൻഡ് ആബ്സല്യൂട്ട് മിനിമം. ഇനി എന്ത് ചെയ്യണം, ഇതേമാതിരി L3-ലും L4-ലും ഇവാലുവേറ്റ് ചെയ്യണം. ദെൻ അത് നമ്മൾ ചെയ്യാൻ പോവാണ് ഓൺ L3 എന്നുള്ള ലൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ L3 എന്നുള്ള ലൈനിന് നമുക്ക് ഇതാണ് നമ്മുടെ L3 എന്നുള്ള ലൈൻ. ഇവിടെ ഏതാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്, y വാല്യൂ ആണ് കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്, y ഈക്വൽ ടു 2. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷനിൽ വൈക്ക് 2 കൊടുത്താൽ എന്താണ് എഫ് ഓഫ് x2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 2x² മൈനസ് 4x പ്ലസ് 3.
ദെൻ എക്സിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കുക. എക്സിൻ്റെ റേഞ്ച് എന്താണ് ഇവിടെ വരുന്നത്? എക്സിൻ്റെ റേഞ്ച് വൈ ആണ് ഫിക്സഡ്. എക്സിൻ്റെ റേഞ്ച് 0 to 3. ദെൻ ഇതൊരു സിംഗിൾ വേരിയബിൾ ആയി. അപ്പം നമ്മൾ ഇത്രയും നേരം ചെയ്ത പോലെ തന്നെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സിലും എൻഡ് പോയിൻറ്റ്സിലും മാക്സിമം ആൻഡ് മിനിമം ക്ലോസ്ഡ് ഇൻ്റർവെൽ ആയ കാരണം f(x2) എന്നുള്ള ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യും. അതാണ് കണ്ടുപിടിക്കുന്നത്. അത് ഏത് പോയിൻറ്റ്സിലാണ് എന്നാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? f'(x2) കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4x - 4. ദെൻ ഇത് എല്ലായിടത്തും ഡിഫൈൻഡ് ആണ്. അത് 0 ആവണ പോയിന്റ് ഏതാണ് വരുന്നത്? x = 1. സോ x = 1 ഈസ് ഓൺലി ക്രിട്ടിക്കൽ പോയിന്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? x = 1, ദെൻ എൻഡ് പോയിന്റ്സ് x = 0, x = 3. ഇത്രയും പോയിന്റ്സിൽ f(x2) ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ഇവാലുവേറ്റ് ചെയ്യുക? f(0(2) ദാറ്റ് ഈസ് 3, ദെൻ f(1(2) ദാറ്റ് ഈസ് ഈക്വൽ ടു 1, then f(3(2) that is equal to 9. then f(x2) എന്നുള്ള ഫംഗ്ഷൻ്റെ ആബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ഏതാണെന്ന് കിട്ടും? 9 ആണെന്ന് കിട്ടും. ആബ്സല്യൂട്ട് മിനിമം എന്താണെന്ന് കിട്ടും? 1 ആണെന്ന് കിട്ടും. സോ വി ക്യാൻ സേ f ഹാസ് ആബ്സല്യൂട്ട് മിനിമം വാല്യൂ. f എന്നുള്ള ഫംഗ്ഷൻ്റെ ആബ്സല്യൂട്ട് മിനിമം വാല്യൂ 1 ആൻഡ് ആബ്സല്യൂട്ട് മാക്സിമം വാല്യൂ 9 on L3. then L1, L2, L3 ആ 3 ലൈൻസിലും എഫിൻ്റെ മാക്സിമം ആൻഡ് മിനിമം, ആബ്സല്യൂട്ട് മാക്സിമം ആൻഡ് ആബ്സല്യൂട്ട് മിനിമം നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഒരു ലൈനും കൂടിയാണുള്ളത് L4. ദെൻ ഓൺ L4 വി ഹാവ്, അതെന്താണ്? വൈ ആക്സിസിൻ്റെ പാർട്ടാണ് അല്ലേ? അപ്പോൾ എക്സ് വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ f(xy) എന്നുള്ള ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ എഴുതാം? f(0y) ദാറ്റ് ഈസ് y² - 2y + 3. ദെൻ വൈക്ക് റേഞ്ച് എന്താണ്? 0 <= y <= 2 വരും. ദെൻ ഇത് സിംഗിൾ വേരിയബിൾ ഫംഗ്ഷനാണ്, കണ്ടിന്യൂസ് ആണ്. സോ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to ഇറ്റ് അറ്റൈൻസ് ആബ്സല്യൂട്ട് മാക്സിമം ആൻഡ് ആബ്സല്യൂട്ട് മിനിമം. ദെൻ ആ ആബ്സല്യൂട്ട് മാക്സിമം ആബ്സല്യൂട്ട് മിനിമം ഏതൊക്കെയാണെന്നാണ് നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? അത് നമ്മൾ അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത് ക്രിട്ടിക്കൽ പോയിൻറ്റ്സിലും അതുപോലെ എൻഡ് പോയിൻറ്റ്സിലും. അപ്പം നമ്മൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുകയാണ്. f(0y) എന്നുള്ള ഫംഗ്ഷൻ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ, അതിൻ്റെ ഡെറിവേറ്റീവ് f'(0y) കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് ഈക്വൽ ടു 2y - 2. ദെൻ ഇത് എല്ലായിടത്തും ഡിഫൈൻഡ് ആണ്. ഇനി എന്ത് ചെയ്യണം? ഇത് 0 ആവണ പോയിൻറ്റ്സ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ 2y - 2 = 0 ആവണത് എവിടെയാണ്? y = 1. സോ y = 1 ഈസ് ഓൺലി ക്രിട്ടിക്കൽ നമ്പർ. അപ്പോൾ y = 1 നമ്മൾ എന്ത് ചെയ്യണം? f(0y) ഇവാലുവേറ്റ് ചെയ്യണം, ആബ്സല്യൂട്ട് എക്സ്ട്രീമം കണ്ടുപിടിക്കാൻ. അതേപോലെ ഇനി എൻഡ് പോയിൻറ്റ്സിലും കൂടെ ചെക്ക് ചെയ്യണം. അപ്പോൾ y = 0യിലും y = 2യിലും കൂടെ എന്ത് ചെയ്യണം? f(0y) ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളത് ഇവാലുവേറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് വരിക? f(0(0) ദാറ്റ് ഈസ് ഈക്വൽ ടു 3 കിട്ടും. ദെൻ y = 1 ആവുന്ന കേസിൽ f(0(1) ദാറ്റ് ഈസ് ഈക്വൽ ടു 2 കിട്ടും. ദെൻ നെക്സ്റ്റ് y = 2 ആകുമ്പോൾ f(0(2) ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. സോ ഇവിടെ ഏതാണ് ആബ്സല്യൂട്ട് മിനിമം വരുന്നത്? ആബ്സല്യൂട്ട് മിനിമം വാല്യൂ 2 ആണ്. ആബ്സല്യൂട്ട് മാക്സിമം വാല്യൂ എന്താണ് വരുന്നത്? 3 ആണ്. അപ്പോൾ സോ വി ക്യാൻ സേ f അറ്റൈൻസ് ആബ്സല്യൂട്ട് മാക്സിമം വാല്യൂ 3 ആൻഡ് ആബ്സല്യൂട്ട് മിനിമം വാല്യൂ 2 ഓൺ L4. അപ്പോൾ നമ്മൾ 4 ലൈൻസ്, അതായത് ബൗണ്ടറി ഓഫ് D എന്നുള്ള ക്ലോസ്ഡ് സെറ്റിൻ്റെ ബൗണ്ടറിയിൽ എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ ആബ്സല്യൂട്ട് മാക്സിമം ആൻഡ് ആബ്സല്യൂട്ട് മിനിമം ചെക്ക് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് നമ്മളിവിടെ സ്റ്റെപ്പ് 1 ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ദെൻ സ്റ്റെപ്പ് 2 എന്നുള്ളത് ബൗണ്ടറിയിൽ എഫിൻ്റെ എക്സ്ട്രീം വാല്യൂസ് എക്സ്ട്രീം വാല്യൂസ് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് D എന്നുള്ളതാണ് നമ്മുടെ ബൗണ്ടറി. അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് L1, L2, L3, L4 അങ്ങനെ 4 പാർട്സ് ആക്കി. അതിൽ 4 പാർട്സിലും ഓരോന്നും എന്തായി? സിംഗിൾ വേരിയബിൾ ഫംഗ്ഷനായി മാറി എഫ്. അപ്പോൾ അതിൻ്റെ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് L1, L2, L3, L4 എഫിൻ്റെ ആബ്സല്യൂട്ട് മാക്സിമം ആബ്സല്യൂട്ട് മിനിമം കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ലാസ്റ്റ് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? Comparing the value of f obtained at various points, we conclude that the absolute minimum value of f on D is 0, attained at the critical point 1, 1 of f, and absolute maximum value of f on D is 9, attained at the boundary points 3, 0 and 3. അതായത് നമുക്കിവിടെ എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ ആബ്സല്യൂട്ട് മാക്സിമം ആബ്സല്യൂട്ട് മിനിമം വാല്യൂ കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഓൾറെഡി L1, L2, L3, L4 എന്നുള്ള 4 ലൈൻസിൽ, അതായത് D എന്നുള്ള റെക്റ്റാങ്കിളിൻ്റെ ബൗണ്ടറിനെയാണ് 4 ലൈൻസായിട്ട് സ്പ്ലിറ്റ് ചെയ്തത്. ഈ 4 ലൈൻസിലും ആബ്സല്യൂട്ട് മാക്സിമം ആൻഡ് ആബ്സല്യൂട്ട് മിനിമം ഫോർ എഫ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏത് പോയിൻറ്റ്സിലാണ് അറ്റൈൻ ചെയ്യണത് എന്നുള്ളത് നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ അറിയാം, ഓൺ ബൗണ്ടറി ഓഫ് L1
ആബ്സല്യൂട്ട് മാക്സിമം ആൻഡ് ആബ്സല്യൂട്ട് മിനിമം. ആബ്സല്യൂട്ട് മിനിമം വാല്യൂ എന്തായിരുന്നു? 1 ആയിരുന്നു. അപ്പോൾ ബൗണ്ടറി ഓഫ് L1 മിനിമം 1 ആയിരുന്നു. അത് അറ്റൈൻ ചെയ്തത് ഏത് പോയിന്റിലാണ്? 10. f(10) ആണ് നമുക്ക് 1 കിട്ടിയത്. അപ്പോൾ 10 എന്നുള്ള പോയിന്റിലാണ് അത് അറ്റൈൻ ചെയ്തത്. അതേമാതിരി ആബ്സല്യൂട്ട് മാക്സിമം എന്തായിരുന്നു? ആബ്സല്യൂട്ട് മാക്സിമം 9 ആയിരുന്നു. അത് അറ്റൈൻ ചെയ്ത പോയിന്റ് ഏതാണ്? 30. അപ്പോൾ ആബ്സല്യൂട്ട് മാക്സിമം 9 അറ്റൈൻ ചെയ്ത പോയിന്റ് 30. അത് നമ്മളിവിടെ ടേബിളായിട്ട് ആദ്യം വരച്ചേക്കുന്നത്. ദെൻ ബൗണ്ടറി ഓഫ് L2 എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ ആബ്സല്യൂട്ട് മാക്സിമം വാല്യൂ 9 ആയിരുന്നു. അത് അറ്റൈൻ ചെയ്യുന്നത് 2 പോയിൻറ്റ്സിലാണ്, 30 32. അപ്പോൾ 9 മാക്സിമം, ആബ്സല്യൂട്ട് മാക്സിമം അറ്റൈൻഡ് അറ്റ് പോയിന്റ് 30 and 32. ദെൻ ആബ്സല്യൂട്ട് മിനിമം ഈസ് 8 ആൻഡ് ഈസ് അറ്റൈൻഡ് അറ്റ് ദ പോയിന്റ് 31. അപ്പോൾ മിനിമം വാല്യൂ 8 ആണ്, അറ്റൈൻഡ് അറ്റ് ദ പോയിന്റ് 31 ഓൺ ബൗണ്ടറി ഓഫ് L2. ദെൻ നെക്സ്റ്റ് ഓൺ ദ ബൗണ്ടറി ഓഫ് L3. ഇതിൽ ആബ്സല്യൂട്ട് മിനിമം വന്നത് 1 ആയിരുന്നു. അത് അറ്റൈൻ ചെയ്ത പോയിന്റ് ഏതാണ്? 1 2. ഇനി ആബ്സല്യൂട്ട് മാക്സിമം വാല്യൂ എന്തായിരുന്നു? 9. ദെൻ അത് അറ്റൈൻ ചെയ്ത പോയിന്റ് 32. 9 ആബ്സല്യൂട്ട് മാക്സിമം 9 അറ്റൈൻഡ് അറ്റ് ദ പോയിന്റ് 32. ദെൻ ഓൺ L4, ബൗണ്ടറി ഓൺ L4 എഫിൻ്റെ മാക്സിമം വാല്യൂ ഈസ് 3 ആൻഡ് ഈസ് അറ്റൈൻഡ് അറ്റ് 2 points 00 and 02. ദെൻ ആബ്സല്യൂട്ട് മാക്സിമം 3 അറ്റൈൻ ചെയ്തത് 00 02. അതാണ് ടേബിളിൽ മാർക്ക് ചെയ്ത് വരച്ചത്. ദെൻ നെക്സ്റ്റ് ആബ്സല്യൂട്ട് മിനിമം വാല്യൂ എന്തായിരുന്നു? 2 ആയിരുന്നു. അത് അറ്റൈൻ ചെയ്തത് 01 എന്നുള്ള പോയിന്റിൽ. അപ്പോൾ ആബ്സല്യൂട്ട് മിനിമം 2 അറ്റൈൻഡ് അറ്റ് ദ പോയിന്റ് 01. ദെൻ ഇതൊക്കെയാണ് നമ്മുടെ ബൗണ്ടറി ഓഫ് ഡിയിലെ എക്സ്ട്രീം വാല്യൂസ്. ഇതിലത്തെ ലാർജ് വാല്യൂ ഏതാണോ അതായിരിക്കും ബൗണ്ടറിയിൽ എഫിനുള്ള ലാർജ് വാല്യൂ. അതേമാതിരി ബൗണ്ടറിയിലെ എഫിനുള്ള മിനിമം വാല്യൂ എന്തായിരിക്കും? ഇത്രയും ടേബിളിലെ മിനിമം വാല്യൂ ഏതോ അതായിരിക്കും എഫ് എന്നുള്ള ഫംഗ്ഷന് ബൗണ്ടറിയിലുള്ള മിനിമം വാല്യൂ. ദെൻ ഈ ഒരു മിനിമം വാല്യൂ അല്ലെങ്കിൽ ആബ്സല്യൂട്ട് മാക്സിമം അല്ലെങ്കിൽ ആബ്സല്യൂട്ട് മിനിമം ക്രിട്ടിക്കൽ പോയിന്റിലും അറ്റൈൻ ചെയ്യാൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. 1 1 ആണ് ക്രിട്ടിക്കൽ പോയിന്റ്. അറ്റ് ദ പോയിന്റ് 1 1 ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? 0. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് 1 1 ആണ്. ആ പോയിന്റിലെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഈ ടേബിളിലുള്ള ഓരോ വാല്യൂസും നോക്കുകയാണെങ്കിൽ ഇതിലെ ഏറ്റവും ലാർജ് വാല്യൂ ഏതാണോ അതായിരിക്കും എഫ് എന്നുള്ള ഫംഗ്ഷന് ഓൺ ഡി മാക്സിമം വാല്യൂ വരിക. അപ്പോൾ നമുക്ക് അതേതാണെന്ന് കിട്ടി? ഇതിൽ ഏറ്റവും മാക്സിമം വാല്യൂ വന്നിരിക്കുന്നത് 9 ആണ്. സോ വി ക്യാൻ സേ എഫ് ഹാസ് ആബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ഓൺ ഡി and that is 9 and is attained at the boundary points 30 32. 2 പോയിൻറ്റ്സ് 30 ഇവിടെയും കോമൺ ആണ് 30 വന്നിരിക്കുന്നത്. 30 and 32. അപ്പോൾ 2 പോയിൻറ്റ്സേ വരുന്നുള്ളൂ, 30 and 32. ഇനി ആബ്സല്യൂട്ട് മിനിമം എന്താണ്? ആബ്സല്യൂട്ട് മിനിമം ഇതിലെ ഏറ്റവും ചെറിയ വാല്യൂ അത് എത്രയാണ്? 9. സോ എഫ് അറ്റൈൻസ് ഇറ്റ്സ് ആബ്സല്യൂട്ട് മിനിമം വാല്യൂ ഏത് പോയിന്റിലാണ് വരുന്നത്? അറ്റ് ദ പോയിന്റ് 1 1, at the critical point 1 1, and the minimum value is absolute minimum value is 0. അതാണ് നമ്മളിവിടെ സമ്മറൈസ് ചെയ്ത് എഴുതിയത്. അപ്പോൾ ഈ ടേബിളിൽ നിന്ന് നമുക്ക് ആ വാല്യൂസ് എങ്ങനെയാണ് വന്നതെന്ന് ഒന്നും കൂടെ ക്ലിയർ ആവും. അതായത് നമ്മൾ എന്ത് ചെയ്യണം? ക്രിട്ടിക്കൽ പോയിൻറ്റ്സിലും ബൗണ്ടറി പോയിൻറ്റ്സിലും എന്ത് ചെയ്യണം? ക്രിട്ടിക്കൽ പോയിന്റിൽ ഫംഗ്ഷൻ വാല്യൂ വാലുവേറ്റ് ചെയ്യണം. ബൗണ്ടറി ഓഫ് ഡിയിൽ എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിക്കണം. ദെൻ അതിൽ ഏറ്റവും ലാർജ് വാല്യൂ ഏതാണോ അതായിരിക്കും എഫിൻ്റെ ആബ്സല്യൂട്ട് മാക്സിമം ഓൺ ഡി. അതേമാതിരി ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ അതായിരിക്കും എഫിൻ്റെ ആബ്സല്യൂട്ട് മിനിമം വാല്യൂ ഓൺ ഡി.